നമസ്കാരം. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ട്രൂ ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ട്രൂ ഇമോഷൻ എന്താണ് എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പും ഏതൊരു പേഴ്സണെയും മനസ്സിൽ സങ്കല്പിക്കാവുന്നതാണ്. ഇതിൽ വരുന്ന പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാവുന്നതുമാണ്. 7 of Pentacles, Queen of Pentacles, Queen of Swords, 5 of Pentacles, the High Priestess, 9 of Swords. ഓക്കെ, അപ്പം ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് നിങ്ങൾ വളരെയധികം മനസ്സിൽ നന്മയുള്ള ഒരു വ്യക്തിയാണ് എന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് അതായത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന, വളരെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്ന, അതായത് എല്ലാവരോടും കൃത്യമായ ബൗണ്ടറിയിൽ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് നിങ്ങളെന്ന് ഈ ഒരു വ്യക്തിക്ക് വളരെ നന്നായിട്ട് ഇപ്പോൾ അറിയാം. അതുപോലെ നിങ്ങൾ വളരെയധികം ഒരു പ്രൊവൈഡിങ് എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. നിങ്ങളെപ്പോഴും ആ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സൊസൈറ്റിക്കും എല്ലാം നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു എനർജിയെ, നിങ്ങളുടെ ഒരു ലൈറ്റിനെ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. മേ ബി നിങ്ങളൊരു ലൈറ്റ് വർക്കർ ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അവർക്കറിയാം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയാം. ആൻഡ് ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു. അതായത് ആ വ്യക്തിയോടുള്ള ഒരു അടുപ്പം, അതായത് ഒരു അധികമായ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ ഉപേക്ഷിച്ചു എന്നും നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നു എന്നും ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെ നിങ്ങൾ മറന്നു പോയോ എന്നുള്ള ഒരു ഭയം, നിങ്ങളെ ഇനി തിരികെ നേടാൻ കഴിയുമോ അല്ലെങ്കിൽ നിങ്ങളുമായുള്ള ആ റിലേഷൻ വീണ്ടും പഴയ രീതിയിലേക്ക് എത്തിക്കാൻ ആ ഒരു വ്യക്തിക്ക് കഴിയുമോ എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി വളരെയധികം ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക. താങ്ക് യു.